ഹരിഹി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതങ്ങൾ, മഹച്ചരിതങ്ങൾ വ്യാസഭഗവാനിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രീമദ് മഹാഭാഗവതത്തിലൂടെ. അതിൽ രണ്ടാമത്തെ സ്കന്ധത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. പ്രഥമോധ്യായം, ഒന്നാം അധ്യായമാണ്. അത് വിരാട് സ്വരൂപ വർണ്ണനമാണ്. നമ്മൾ പറഞ്ഞു പ്രഥമ സ്കന്ധം എന്ന് പറയുന്നത് അധികാരി സ്കന്ധമാണ്. അതിൽ ശ്രോതാവിൻ്റെയും വക്താവിൻ്റെയും അധികാരം അഥവാ അർഹത എന്താണെന്നാണ് പറഞ്ഞത്. അപ്പം പരീക്ഷിത്ത് വളരെ ഉത്കൃഷ്ടനായ ശ്രോതാവാണ്, ശ്രീ ശുകബ്രഹ്മർഷിയോ ഉത്കൃഷ്ടനായ വക്താവുമാണ്. അപ്പോൾ അതിൻ്റെ അന്ത്യത്തിൽ പരീക്ഷിത്ത് ചോദിച്ചു, മ്രിയമാണസ്യ പുരുഷസ്യ യത് കാര്യം തത് ഭവതാ വക്തവ്യം. അതായത് ആസന്ന മൃത്യുവായ ഒരാളുടെ കർത്തവ്യം എന്താണ്, അത് അങ്ങ് കനിഞ്ഞ് പറഞ്ഞു തരണമേ. അപ്പോൾ അതിനുള്ള വ്യക്തമായ മറുപടി പറയുകയാണ് ശുകദേവൻ. അപ്പം ദ്വിതീയ സ്കന്ധം നിവൃത്തി സ്കന്ധമാണ്. സംശയ നിവൃത്തി. നേർക്കുനേരെ ശുകബ്രഹ്മർഷിയും പരീക്ഷിത് മഹാരാജാവും നേർക്കുനേരെ ഇരുന്ന് അദ്ദേഹം സംശയ നിവൃത്തി വരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്നാമത്തെ ശ്ലോകം, ഒന്നാമത്തെ അധ്യായത്തിൽ വരിയാനേഷതേ പ്രശ്ന ക്രതോ ലോകഹിതം നൃപ ആത്മവിത് സമ്മത പുംസാം ശ്രോതവ്യാദിഷു യഃ പര ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശഃ പശ്യതാമാത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം. അപ്പം മഹാരാജാവേ, പരീക്ഷിത് മഹാരാജാവേ, ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, അവിടുത്തെ ഈ ചോദ്യം ഉത്തമമാണ്, ആത്മജ്ഞാനികൾക്കൊക്കെ വളരെ സമ്മതമായതാണ്, ലോകർക്ക് ഹിതം നൽകുന്നതാണ്. അപ്പം നമ്മൾക്ക് ഒരാൾക്ക് മാത്രമല്ല, ലോകഹിതത്തെയാണ് നമ്മളുടെ ഋഷിമാരും ഗുരുക്കന്മാരും എല്ലാം നോക്കുന്നത്. ആ ആത്മതത്വം ഗ്രഹിച്ചിട്ടില്ലാത്ത ഗൃഹസ്ഥന്മാർക്ക് കേൾക്കാൻ മറ്റുമുള്ള കാര്യങ്ങൾ നിരവധിയാണെന്ന് പറയുന്നു. അപ്പം ഗൃഹസ്ഥന്മാർക്ക് ധാരാളം വേറെ ജോലികളുണ്ട്. ധനം സമ്പാദിക്കുന്നു, പകൽ സമയത്ത് കുടുംബം സംരക്ഷിക്കുന്നു, രാത്രിയിൽ നിദ്ര, രതി, അതായത് മൈഥുനം എന്നിവയ്ക്ക് വേണ്ടിയൊക്കെ സമയം കളയുന്നു. അപ്പോൾ ഇതൊക്കെ നശ്വരമാണ്. അപ്പം നമ്മളുടെ ഭാര്യ, പുത്രൻ, ദേഹം, ഭർത്താവ്, ഇതൊക്കെ നശ്വരം, ഗൃഹം, ഇതൊക്കെ നശ്വരമാണെങ്കിലും വിവേകശൂന്യനായവൻ അതൊന്നും കണ്ടതായിട്ട് നടിക്കുന്നില്ല. അതായത് മൃത്യു വരികയും നാശം സംഭവിക്കുകയും ചെയ്തത് നാം നമ്മുടെ വീടുകളിലും ചുറ്റുവട്ടത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമ്മളുടെ ദേഹത്തിന് അത് സംഭവിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ ആ അത്ഭുത ചരിത്രങ്ങൾ കേൾക്കണം, അദ്ദേഹത്തെ സ്തുതിക്കണം, സ്മരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നു. ഇനി അന്ത്യകാലത്ത് എന്ത് ചെയ്യണം ഇത് പറഞ്ഞു. ഇനി പറയുന്നു, 6-7 ശ്ലോകം പറയുന്നു, ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭഃ പരപുംസാമന്തേ നാരായണ സ്മൃതി. അപ്പോൾ തത്വജ്ഞാനം കൊണ്ടും യോഗാഭ്യാസം കൊണ്ടും സ്വധർമ്മം അനുഷ്ഠിക്കുക വഴിയും മനുഷ്യർക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ജന്മസാഫല്യം എന്ന് പറയുന്നത് നാരായണ സ്മൃതി. അന്ത്യകാലത്ത് നാരായണ സ്മൃതി ഉണ്ടാവണം. അപ്പോൾ അന്ത്യകാലത്ത് നാരായണ സ്മൃതി പെട്ടെന്നുണ്ടാകുമോ? ഇല്ല. നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ ജീവിതം തന്നെ ആ അധ്യാത്മത്തിൽ ഉറച്ചെങ്കിൽ മാത്രമേ നമുക്ക് അന്ത്യകാലത്തും നാരായണ സ്മൃതി വരികയുള്ളൂ എന്നാണ് നമുക്ക് ഗുരുക്കന്മാർ അത് തീർത്തും പറഞ്ഞു തന്നിരിക്കുന്നതും നമ്മളുടെ അനുഭവവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് ഭാഗവതം എന്ന ഈ പുണ്യപുരാണം പഠിച്ചു. അപ്പം ശുകബ്രഹ്മർഷി തികച്ചും നിർഗുണ ബ്രഹ്മത്തിൽ ഉറച്ച ചിത്തത്തോടു കൂടിയവനാണ്. പക്ഷേ ഭഗവത് ലീലകളിൽ ആകൃഷ്ടനായിട്ട് ഈ പുരാണം പഠിച്ചു. കാരണം ഭഗവാൻ മുകുന്ദനിൽ ഈ ഭാഗവതത്തിൽ ആസക്തിയോട് കൂടിയവർക്ക് ഭഗവാൻ മുകുന്ദനിൽ പരിശുദ്ധമായ ഭക്തി ഉടനെ തന്നെ ഉണ്ടാകുന്നു എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറയുന്നു. ഹരിയുടെ നാമസങ്കീർത്തനം വിരക്തന്മാർക്കും യോഗികൾക്കും കാമികൾക്കും എന്നുവേണ്ട സർവർക്കും ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അതിനൊരു ഉദാഹരണം പറയുകയാണ്. ആയുസ്സിൻ്റെ അവധി കണ്ടറിഞ്ഞ ഖട്വാങ്കൻ എന്ന രാജർഷി ക്ഷണനേരം കൊണ്ട് എല്ലാം വെടിഞ്ഞ് സർവം വെടിഞ്ഞ് ശ്രീഹരിയെ പ്രാപിച്ചു എന്ന്. ദേവന്മാരെയൊക്കെ യുദ്ധത്തിൽ സഹായിക്കാൻ പോകുന്ന തരത്തിൽ ശ്രേഷ്ഠതയുണ്ടായിരുന്ന ആളാണ് ഖട്വാങ്കൻ. അപ്പോൾ അദ്ദേഹത്തിന് യുദ്ധമൊക്കെ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ സേവനം അവസാനിപ്പിച്ച് അദ്ദേഹം ഇങ്ങോട്ടേക്കും ഭൂമിയിലേക്ക് മടങ്ങിയപ്പോഴേക്കും പിന്നീട് 2 മണിക്കൂർ മാത്രമേ ഉണ്ടായുള്ളൂ അദ്ദേഹത്തിന് ആ ജീവിതകാലം അവസാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം ക്ഷണനേരം കൊണ്ട് ആ ശരീരം വെടിഞ്ഞ ഖട്വാങ്കൻ ശ്രീഹരിയെ പ്രാപിച്ചു. പക്ഷേ പരീക്ഷിത് മഹാരാജാവേ, കുരുവംശ ശ്രേഷ്ഠ, ഇനിയും അവിടത്തേക്ക് ജീവിതാവധിക്ക് ഒരാഴ്ചത്തെ സമയമുണ്ട്. അതിനകം ആ പരലോക പ്രാപ്തിക്ക് ഉതകുന്നത് നിർവഹിച്ചാലും. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഒരാൾ നേടിയത്
ആഴ്ച കൊണ്ട് നേടാൻ പറ്റില്ലേ, നമുക്കൊക്കെ ഒരു ജീവിതകാലം കൊണ്ട് നേടാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യമായതാണ്. അപ്പോൾ അന്ത്യകാലം ആഗതമായാൽ എന്ത് ചെയ്യണം? നമ്മൾ നിർഭയരായിരിക്കണം. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മൾ വിടണം. വൈരാഗ്യമാകുന്ന വാൾ കൊണ്ട് അറുത്തു മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാ രാഗങ്ങളിൽ നിന്നും വിട്ടുമാറണം. അതിനുശേഷം ഗൃഹം വെടിയണം. പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ശുദ്ധസ്ഥലത്ത് ചെന്ന് വിധിപ്രകാരം ആ സംവിധാനം ചെയ്ത ആസനത്തിൽ ഉപവിഷ്ടനായി പ്രണവത്തെ ഉപാസിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രണവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓംകാരമാണ്. അപ്പോൾ നമ്മൾ അന്തേ നാരായണ സ്മൃതി എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. നമുക്ക് ഇനി ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരയേ ധിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യണം? ധ്യാനത്തിന് 4 കാര്യങ്ങൾ വേണം. ജിതാസനം, ഒരാസനത്തിൽ നമുക്ക് ഇളകാതെ കുറേ നേരം ഇരിക്കാനുള്ള ആ ഒരു ഇത് വേണം. ജിതശ്വാസം, ശ്വാസത്തെ സംയമനം ചെയ്ത് നിയന്ത്രിക്കണം. ജിതസംഗം, ഒരു തരത്തിലുള്ള വിഷയസമ്പർക്കവും ഉണ്ടാകരുത്. അപ്പം നമ്മളുടെ ചുറ്റുവട്ടത്തു നിന്നും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയായാലും നമുക്ക് പെട്ടെന്നുള്ള ഒരു സംഘം ഉണ്ടാകരുത്. ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങൾ കാരണം മനസ്സ് പ്രക്ഷുബ്ധമാകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീ ശുക ബ്രഹ്മർഷി പറയുന്നത്. അപ്പോൾ അത് പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടും പറയുന്നത്. യഥാസധാര്യതേ ബ്രഹ്മൻ ധാരണായത്ര സമ്മത യാദൃശീവ ഹരേദാശു പുരുഷസ്യ മനോമലം. പരീക്ഷിത് മഹാരാജാവ് എന്താണ് ചോദിച്ചത്? അല്ലയോ ബ്രഹ്മർഷേ, നമ്മളുടെ മനസ്സിൻ്റെ മാലിന്യത്തെ വളരെ വേഗത്തിൽ ഇല്ലാതാക്കുന്ന ധാരണ ഏത് വിധത്തിൽ ചെയ്യണമെന്നാണ് സത്തുക്കളായവർ പറയുന്നത്. അപ്പോൾ ഇനി പറയുകയാണ്, ആണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ വൈരാജഃ പുരുഷോ യോസോ ഭഗവാൻ ധാരണാശ്രയ. 7 ആവരണങ്ങളോടുകൂടിയ ബ്രഹ്മാണ്ഡമാകുന്ന ഈ വിരാട് ശരീരത്തിൽ അന്തർയാമിയായി വിലസുന്ന യാതൊരു പുരുഷനുണ്ടോ ആ ഭഗവാനെ തന്നെയാണ് ധാരണ ചെയ്യേണ്ടത്. അപ്പം ഇത് ബ്രഹ്മാണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ കുക്ഷിയിൽ അന്തർഗതമായതാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ വിരാട് രൂപം. അതുതന്നെയാണ് നമ്മളുടെ സ്വരൂപം എന്ന് പറയുന്നത്. തോന്നുന്നതാകിലഖിലും ഞാനിതെന്ന വഴി തോന്നേണമേ. അപ്പോൾ അത് എല്ലാം ഞാനെന്ന്. വിരാട് സ്വരൂപിയായ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഭാഗങ്ങൾ പറയുന്നത്? വിരാട് സ്വരൂപിയായ വിശേഷണ രാട്ടാണ് വിരാട്. അപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ പ്രകാശിച്ച് സ്ഫുരിച്ചു നിൽക്കുന്നത്. വിരാട് സ്വരൂപിയായ ഭഗവാന്റെ പാദമൂലം പാതാളമാണ്. കണങ്കാലുകൾ രസാതലമാണ്. നാരായണീയത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. ഞെരിയാണികൾ മഹാതലം, കാൽവണ്ണകൾ തലാതലം, കാൽമുട്ടുകൾ സുതലം, ഊരുദ്വയങ്ങൾ തുടകൾ 2 വിതലം, അതലം. ഭൂലോകം ജഘന കടീപ്രദേശമാണ്. ഭൂവർലോകം നാഭീദേശമാണ്. ഭഗവാന്റെ മാറിടം സ്വർഗലോകമാണ്. കഴുത്ത് മഹർലോകം, വദനം ജനോലോകം, നെറ്റിത്തടം തപോലോകം. 1000 ശിരസ്സുകളോടുകൂടിയ ഇദ്ദേഹത്തിൻ്റെ ശിരസ്സുകൾ സത്യലോകമായും പറയപ്പെടുന്നു. ഇനി ഇന്ദ്രാദി ദേവതകൾ ബാഹുക്കളാണ്. ദിക്കുകൾ കർണങ്ങൾ, ശബ്ദം ശ്രവണേന്ദ്രിയമാണ്. അശ്വിനി ദേവന്മാർ നാസികകളാണ്, 2 പേരുണ്ട്. ഗന്ധം ഘ്രാണേന്ദ്രിയമാണ്. ജ്വലിക്കുന്ന അഗ്നി മുഖമാണ്. നമ്മൾ ഗീതയിലും കാണുന്നുണ്ടല്ലേ, അവിടെ ജ്വലന്തി എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ മുഖത്ത് നിന്ന് അഗ്നി പുറപ്പെടുന്നതായിട്ടാണ് അർജുനൻ കാണുന്നത്. അന്തരീക്ഷം ഭഗവാന്റെ നേത്രഗോളങ്ങളും ആദിത്യൻ നേത്രവും കണ്ണിമകൾ രാവും പകലുമാകുന്നു. അദ്ദേഹത്തിൻ്റെ ആ ചലിക്കുന്ന ഭ്രൂകുടി പുരികങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ആവാസസ്ഥാനം. ജലം അദ്ദേഹത്തിൻ്റെ അണ്ണാക്കും രസം നാക്കുമാകുന്നു. രസ ഏവ ജിഹ്വ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേദങ്ങളാണ് ഭഗവാന്റെ ശിരസ്. തേറ്റപ്പല്ല് യമൻ, സ്നേഹമെന്ന വികാരം ദന്തങ്ങൾ, മന്ദഹാസം ജനങ്ങളെ ആ ഉന്മാദം കൊള്ളിക്കുന്ന മായാശക്തിയാണ് ഭഗവാന്റെ മന്ദഹാസം. കടാക്ഷ വിക്ഷേപങ്ങൾ അന്തമില്ലാത്ത സൃഷ്ടി പരമ്പരകളാണ്. ലജ്ജ അദ്ദേഹത്തിൻ്റെ മേൽച്ചുണ്ടാണ്, ലോഭം കീഴ്ച്ചുണ്ടാണ്. സ്തനങ്ങൾ ധർമ്മമാണ്, പൃഷ്ഠം അധർമ്മം, ഗുഹ്യപ്രദേശം ബ്രഹ്മാവാണ്. അണ്ടങ്ങൾ മിത്ര വരുണന്മാരാണ്. ഉദരം സമുദ്രമാണ്, അസ്ഥികൾ മലകളുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി വിശ്വസ്വരൂപിയായ അദ്ദേഹത്തിൻ്റെ നാഡികൾ നദികൾ, രോമങ്ങൾ വൃക്ഷലതാദികളാണ്. ശ്വാസം അനന്തവീര്യത്തോടു കൂടിയ മാതരിശ്വാവും. ആ ഗമനം, അദ്ദേഹത്തിൻ്റെ ഗമനം കാലഗതിയാണ്. കർമ്മം എന്ന് പറയുന്നത് ഗുണപ്രവാഹത്തോടു കൂടിയ സംസാര ചക്രത്തിൻ്റെ ഭ്രമണവുമാകുന്നു. ശരിക്കും നമ്മുടെ യാതൊരു ചലനവും ഇല്ലാത്ത ആത്മതത്വമാണ് നമ്മൾക്ക് ഇന്ദ്രിയങ്ങൾ അടച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.
നമ്മളുടെ സ്വരൂപം എന്താണെന്ന്. പക്ഷെ പുറത്തേക്ക് ആ കാലചക്രത്തിൻ്റെ തിരിയലാണ് ഭഗവാന്റെ ആ ഒരു പുറത്തേക്കുള്ള രൂപം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കേശങ്ങൾ മേഘങ്ങളും, വിശ്വവ്യാപിയായ അദ്ദേഹത്തിൻ്റെ കേശങ്ങൾ മേഘങ്ങളും, വസ്ത്രങ്ങൾ സന്ധ്യകളും, ഹൃദയം മൂലപ്രകൃതിയും, സർവ്വവികാരങ്ങളുടെയും ഉറവിടമായ മനസ്സ് ചന്ദ്രനുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി മഹത്തത്വം ഭഗവാന്റെ വിജ്ഞാന ശക്തിയും, രുദ്രൻ അന്ധക്കരണം, കുതിര, കോവർക്കഴുത, ഒട്ടകാന മുതലായ നഖങ്ങളും, പശുക്കൾ, മാനുകൾ മുതലായവ അരക്കെട്ടുകളുമാകുന്നു. പക്ഷികൾ അദ്ദേഹത്തിൻ്റെ കൈവേലയും, വൈവസ്വതം അനുബുദ്ധിയും, മനുഷ്യൻ വാസസ്ഥാനവും, മനുഷ്യരിലാണ് അദ്ദേഹം, ഭക്തന്മാരിലാണ് അദ്ദേഹം വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, അപ്സരസ്സുകൾ മുതലായവർ ഷഡ്ജാതി സപ്തസ്വരങ്ങളും, പ്രഹ്ലാദൻ സ്മൃതിയുമാകുന്നു. ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ മുഖവും, ക്ഷത്രിയൻ ബാഹുക്കളും, വൈശ്യൻ ഊറുക്കളും, ശൂദ്രൻ പാദങ്ങളുമാണ്. അദ്ദേഹം നാനാവിധ പേരുകളുള്ള ദേവസമൂഹങ്ങൾ ചേർന്ന് നാനാവിധ ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തുന്നതായ യാഗ കർമ്മങ്ങളോട് കൂടിയതാകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു 2ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം സമാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹരി ഓം.